ചില ആൾക്കാർക്ക് മന്തി, ചില ആൾക്കാർക്ക് ബിരിയാണി. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടമാണ്. മന്തിക്ക് എവിടെ പോയാലും ഏകദേശം ഒരേ ടേസ്റ്റാണല്ലോ. പക്ഷെ നമ്മുടെ ബിരിയാണി അതിനെന്തോ ഓരോരുത്തർക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പണ്ട് റൂബിയമ്മയുടെ ബിരിയാണി ആദ്യമായിട്ട് കഴിച്ച് ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ്. പിന്നെ അതങ്ങ് ശീലമായി. പിന്നീട് കോളേജിൽ പഠിക്കുമ്പം ആന്ധ്ര ബിരിയാണിയും കന്നഡ സ്റ്റൈൽ ദൊണ്ണെ ബിരിയാണിയൊക്കെ ആയിരുന്നു. പണ്ട് റൂബിമ വെച്ചിരുന്നത് ആന്ധ്ര സ്റ്റൈൽ ബിരിയാണിയാണെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. കോളേജിൻ്റെ അടുത്തൊരു ബിരിയാണി കിട്ടുമായിരുന്നു. പട്ടി ബിരിയാണി എന്നായിരുന്നു ഞങ്ങളതിനെ വിളിച്ചിരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോളേജിൽ ചേരുമ്പോൾ അതിന് 13 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇറങ്ങാറായപ്പോഴത്തേക്ക് അതിന് 45 രൂപയായി. സംഭവം ബീഫ് ബിരിയാണിയാണ്. ആ ബീഫ് ബിരിയാണിയുടെ കൂടെ കാടി എന്നൊരു സാധനം കിട്ടുമായിരുന്നു. സംഭവം ബീഫ് ചുട്ടെടുത്തതാണ്. അങ്ങനെ കോളേജ് പഠിത്തമെല്ലാം കഴിഞ്ഞ് ബാംഗ്ലൂർ വന്നപ്പോഴാണ് ആദ്യമായിട്ട് മടിവാളിൽ നിന്ന് തലശ്ശേരി ബിരിയാണി കഴിക്കുന്നത്. അന്നാണ് ആദ്യമായിട്ട് കൈമ റൈസിലെ ബിരിയാണി. സംഭവം വേറൊരു മൂഡ് തന്നെയാണ്. ആദ്യമൊക്കെ ബാംഗ്ലൂരേക്ക് വന്നതുകൊണ്ടും പിന്നെ അത്യാവശ്യം ചിലവിനുള്ള പൈസ കയ്യിലുള്ളത് കൊണ്ടും മൊത്തത്തിൽ ആന്ധ്ര ബിരിയാണി ആയിരുന്നു ഞങ്ങളുടെ മെയിൻ ഫുഡ് അന്നത്തെ. അന്നൊന്നും ബാംഗ്ലൂരിൽ മന്തിക്കട ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല. അങ്ങനെ ജോലിയൊന്നും സെറ്റ് ആയതുമില്ല, കയ്യിലെ പൈസയൊക്കെ തീർന്നു തുടങ്ങി. അപ്പോഴാണ് ഞാൻ അമ്പൂർ ബിരിയാണിയെ പറ്റി അറിയുന്നത്. 60 രൂപ ബിരിയാണിക്കും 30 രൂപ ബിരിയാണി റൈസിനും. ഈ ബിരിയാണി റൈസാണ് ഞങ്ങളുടെ കുഷ്ക. സംഭവം നൈസാണ്. അന്ന് തൊട്ട് ഞാനൊരു അമ്പൂർ ബിരിയാണി ഫാനായി. PGയിലെ ഫുഡൊക്കെ മോശമാകുമ്പോൾ നേരെ പോയി കുഷ്ക വാങ്ങുമായിരുന്നു. അന്നൊക്കെ ഓൺലൈൻ സർവീസ് ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അമ്പൂർ ബിരിയാണിയും കബാബുമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈഫ് കുക്ക് ചെയ്യും, ഞാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ്. സാറ്റർഡേ സൺഡേ ഞാൻ ഫുഡ് ഉണ്ടാക്കണം, അവൾ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് ചില ടൈമിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള മൂഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഉടായ്പൊക്കെ കാണിക്കും. പക്ഷേ അവളുടെ എക്സാം ടൈമിൽ മൊത്തം ഞാൻ കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഞങ്ങൾ കൊച്ചിയിൽ വന്ന ശേഷമാണ്. കൊച്ചിയിൽ വന്ന ശേഷം കുറച്ചുകൂടി ഫുഡ് എക്സ്പ്ലോറിങ് കൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കൊച്ചിയിൽ ഇത്രമാത്രം ഫുഡ് സ്പോട്ട് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇവിടെ വന്ന ശേഷം നമ്മുടെ കൊച്ചി സ്റ്റൈൽ ബിരിയാണി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പം മന്തി കൂടുതലായതുകൊണ്ട് ബിരിയാണി കഴിപ്പ് ഇച്ചിരി കുറവാണ്. മന്തി പിന്നെ ഹെൽത്തി ആണെന്ന് ഞാൻ മനസ്സിനെ അങ്ങ് പറഞ്ഞു പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ സേഫാണ്. ഇതിൻ്റെ ഇടയിൽ ബാംഗ്ലൂരിൽ നിന്ന് നേരെ ദുബായിലേക്ക് ഒരു പ്രൊജക്റ്റിൻ്റെ ആവശ്യത്തിന്. അവിടെ ചെന്നപ്പോൾ എവിടെ നോക്കിയാലും നമ്മുടെ കേരള സ്റ്റൈൽ ബിരിയാണി. അതിൻ്റെ ഇടയിൽ ഞാൻ 2 സ്പെഷ്യൽ ബിരിയാണി കണ്ടെത്തി ഗൈസ്. ഒന്ന് ഒരു സ്പെഷ്യൽ ഡൽഹി സ്റ്റൈൽ ബിരിയാണി. അങ്ങ് ദുബായ് വരെ പോകേണ്ടി വന്നു എനിക്കൊരു ഇന്ത്യൻ ഡൽഹി സ്റ്റൈൽ ബിരിയാണി കഴിക്കാൻ. സംഭവം ഒരു വെറൈറ്റി ടേസ്റ്റ്, ഇഷ്ടപ്പെടും. രണ്ടാമത്തെ ഒരു അടിപൊളി പാകിസ്ഥാനി ബിരിയാണി. ഈ വോയിസ് ചെയ്യുമ്പോൾ പോലും അതിൻ്റെ ടേസ്റ്റ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. ഞാൻ അന്ന് കഴിച്ച ബിരിയാണിയിൽ പുളിയൊക്കെ ഉണ്ടായിരുന്നേ. സംഭവം ഒരു റിച്ച് ബിരിയാണിയാണ്, ഇഷ്ടം പോലെ സാധനങ്ങൾ. കറാച്ചി ബിരിയാണി അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ പേര്, ശരിക്കും ഇപ്പോൾ ഓർക്കുന്നില്ല. അങ്ങനെ എന്തോ ആണ്. പക്ഷേ ശരിക്കും ഈ പാത്രം കഴിയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഫ്രണ്ട് വേലപ്പനെയാണ്. പണ്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവനായിരുന്നു എല്ലാ പാത്രവും കഴിയുന്നത്. ഞാൻ മെയിൻ ഷെഫിന് മസാല മാത്രം ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ ബിരിയാണി സെറ്റായി, ഫ്രൈയും സെറ്റായി. ഇപ്പോൾ വെക്കുന്ന ഈ ബിരിയാണി ഞങ്ങൾ ഫസ്റ്റ് ടൈം വെക്കുന്നതാണ്. കഴിഞ്ഞ തവണ ഷാൻജിയോ ചേട്ടൻ്റെ ഒരു മഷ്റൂം ബിരിയാണി വെച്ചപ്പം അമ്പൂർ ബിരിയാണി ഒരു ടേസ്റ്റ് വന്നു. എന്നാൽ അതേ റെസിപ്പി തന്നെ നമുക്ക് ചിക്കന് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തുടങ്ങിയതാണ്. പക്ഷേ ചെയ്തു വന്നപ്പം വേറൊരു ചേച്ചിയുടെ റെസിപ്പി കണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് അതങ്ങ് ഫോളോ ചെയ്തു. ബിരിയാണി കൊള്ളാം, പക്ഷേ അമ്പൂർ ബിരിയാണിയുടെ ടേസ്റ്റ് അങ്ങോട്ട് അത്രയ്ക്ക് വന്നില്ല. അത്രയേ ഉള്ളൂ. തലേന്ന് രാത്രി 2 മണിക്ക് ഒരു സിനിമയും കണ്ടിട്ട് വന്നിട്ട് ഒരു ബിരിയാണി കഴിച്ച് അതിൻ്റെ ക്ഷീണം ഈ ബിരിയാണി കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഉറക്കം വന്നു. പിന്നീട് തല പോകുന്നത് രാത്രി 7 മണിക്കാണ്. പിന്നെ ചെറിയ ചായയൊക്കെ കുടിച്ച് ഇച്ചിരി തള്ളൊക്കെ തള്ളി ഇങ്ങനെ ഇരുന്ന് ഈ ഫ്രൈ ചെയ്ത സാധനം കഴിക്കേണ്ടെന്ന് പലപ്പോഴും വിചാരിക്കും. പക്ഷേ ഈ വീട്ടിലുണ്ടാക്കിയ ചിക്കൻ ഫ്രൈയും വീട്ടിലുണ്ടാക്കിയ ഈ ചിപ്സൊക്കെ കാണുമ്പോൾ എങ്ങനെ നമുക്ക് കഴിക്കാണ്ടിരിക്കുക. ഈ കാണുന്നത് ഈ അടുത്തിടയ്ക്ക് കിട്ടിയ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ ഓർഡറാണ്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാനിങ്ങനെ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഈ നെറ്റിപ്പട്ടത്തിൽ എൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ മാത്രമാണ്, അല്ലാണ്ട് ഒന്നുമില്ല ഗൈസ്. ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഗൈസ്. ഉച്ചയ്ക്കത്തെ ഈ ബിരിയാണി തന്നെ രാത്രിയിൽ. അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല. ബൈ.